വരുമ്പോഴേ ഞാൻ ഇത്തിരി തടിയൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. എന്നെ അങ്ങനെയാണ് ആൾക്കാർ കണ്ടതും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനൊരു 10 കിലോ കുറച്ചിട്ട് വന്നാൽ ചിലപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. കാവ്യ എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ഗുണ്ടപ്പേട്ടി, അല്ലാണ്ട് ഗുണ്ടുമുളക് എന്നുള്ള പേരൊക്കെ നഷ്ടമായി പോകും എനിക്ക്. സിനിമയ്ക്ക് പുറത്തെ കാവ്യ എങ്ങനെയാണ്? കാവ്യയുടെ ഇഷ്ടങ്ങൾ എന്താണ്? വെറുതെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ? ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് മെയിനായിട്ട് മതിയാവുന്നത്ര കിടന്നുറങ്ങും ആ സമയത്ത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അത് ഈ കാലാവസ്ഥ മാറ്റം പോലെയാണ്. ഇപ്പോൾ ഒരു സമയത്ത് എനിക്ക് ബുക്കിംഗ് ആയിരിക്കും. അപ്പം അന്ന് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. പിന്നെ ഊണും ഉറക്കം ഒന്നുമില്ലാതെ അതിന്റെ മേലെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ കുറെ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ? ഇതൊന്നും ഞാൻ ആ പേരവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഞാൻ ചെയ്താന്നൊക്കെ അവകാശപ്പെടായിരുന്നു അല്ലേ? ഒത്തിരി കൂടി പോകുന്നു പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിലും ഇതൊക്കെ കാവ്യ സെലക്ട് ചെയ്തതാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അത്. പൂജാ റൂമിനും പിന്നെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു മ്യൂറൽ എന്തെങ്കിലും വേണം എന്നുള്ളത്. രുക്മിണി സ്വയംവരം എന്തോ പറഞ്ഞപ്പോ തന്നെ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രുക്മിണി സ്വയംവരം എന്താന്നൊന്നും. പക്ഷെ എന്തോ രുക്മിണി സ്വയംവരം എന്തോ ഒരു മനസ്സിലെന്തോ എവിടെയോ എപ്പോഴോ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യമേ രുക്മിണി സ്വയംവരം തന്നെ രുക്മിണി സ്വയംവരം അങ്ങനെ ചെയ്യിച്ചാണ്. പിന്നെ എനിക്ക് ഈ നമ്മളെ സ്റ്റിച്ച് കിറ്റിൽ നമ്മൾ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കും തുന്നിയിട്ട്. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയിലൊന്ന് ഒരു സ്ഥലത്ത് പോവാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. മെഴുതിരി ഉണ്ടാക്കുക, കാൻഡിൽ മേക്കിംഗ്, പിന്നെ അങ്ങനെ പല സാധനങ്ങളും ഈ പച്ചക്കറികൾ കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്ക് ആ പഠിപ്പിക്കുന്ന ആളുടെ മോന്റെ കല്യാണം പെട്ടെന്ന് ഫിക്സ് ചെയ്തു. അപ്പൊ അങ്ങനെ അത് പക്ഷെ എന്നാലും എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാവ്യ ഒരു കാര്യം വിട്ടുപോയി, എഴുത്തൊരിക്കലും എൻ്റെ ഒരു ശീലമേ അല്ല. ഞാനത് എഴുതിപ്പോയി ഒരു പാട്ട്. പിന്നെ ആ പാട്ട് എഴുതിപ്പോയതാണ്. അത് ആ സമയത്ത് ഒരു ചെറിയൊരു അനുഭവത്തിന്റെ പുറത്ത് എഴുതിയതാണ്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് എഴുതിയതാണത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മള് കാണാത്ത ഒരാൾ നമ്മുടെ ഉള്ളിലൊരു രൂപം ഉണ്ടാവുക എന്ന് പറയും. അപ്പൊ തിരിച്ച് നമുക്കൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് തിരിച്ചൊരു പ്രേമം അങ്ങനെയൊന്നും അല്ല. നമ്മളിത് ആരായിരിക്കും ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരാൾ നമ്മളെ ഫോളോ ചെയ്യുക. ഞാനിപ്പോ ഇന്നൊരു ഫംഗ്ഷന് പോയി, നാളെ അത് ഞാനിട്ട ഡ്രസ്സ് എന്തായിരുന്നു, മുടി കെട്ടിയതിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം നാളെ കിട്ടും. അപ്പൊ ഈ ആളാരാന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കവി എന്നാലും കുറച്ച് കവിതകൾ എഴുതുന്നു. ഇപ്പൊ ഞാനൊരു 8-9 പാട്ടുകളോ ആയിട്ടുണ്ട്. അതൊരു CD ആയിട്ട് ഇറക്കണം. അതെന്റെ വലിയൊരു സ്വപ്നമാണത്. അതെന്തായാലും ഞാൻ കഴിഞ്ഞ വർഷം എന്തായാലും ഇറക്കുമെന്ന് വിചാരിച്ചാണ്. പിന്നെ പറ്റിയില്ല, എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ പറ്റിയപ്പോൾ അത് നടന്നില്ല. ഇപ്പം ഇക്കൊല്ലം എന്തായാലും, കാരണം ഇനിയൊരു 3 പാട്ടും കൂടിയേ ഇതാവാനുള്ളൂ. എഴുത്തൊക്കെ കഴിഞ്ഞു, മ്യൂസിക് എല്ലാം കഴിഞ്ഞു, പാടാനുള്ളൂ. പിന്നെ 2 പാട്ട് ഞാനാണ് പാടുന്നത്. കവി 2 വരി, അപ്പം കവിതയുടെ ആ 2 വരി കവിതയുടെ ഇപ്പൊ ഇറക്കിക്കൂടാ, ആ സമയത്ത് ഇറക്കാം. സസ്പെൻസ് ആണ്. എന്നാലും 2 വരി കവിയ അവസാനം പാടാം. ശരി, എന്തായാലും വാക്ക് പാലിക്കട്ടെ. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ കാവ്യ ഒരുപാട് പേര് സ്നേഹിക്കുന്നു, ഒരുപാട് പേര് അറിയുന്നു. പണം, പ്രശസ്തി, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ചിലപ്പം ചില വേദനകൾ, ചില പരാജയങ്ങളൊക്കെ ഉണ്ടാകും. കരിയറിലായാലും വ്യക്തി ജീവിതത്തിലായാലും. എങ്ങനെയാണ് കാവ്യ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ കാവ്യ എങ്ങനെ നേരിടുന്നത്? എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും തരുന്ന സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ് എനിക്ക്. ഇവർ മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എന്നെ, ഞാൻ ചിലപ്പോൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലും എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ദൈവത്തിലുള്ള വിശ്വാസം, പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥിക്കും. കുറേയൊക്കെ നമുക്ക്, പിന്നെ ഞാൻ ഇപ്പോൾ സന്തോഷം വരുമ്പോഴും ഇങ്ങനെ അത് മറന്നിട്ട് ആഹ്ലാദിച്ച് നടക്കുന്ന ഒരാളല്ല. വിഷമിക്കം, ഒരുപാട് സങ്കടം വരുമ്പോഴും കരഞ്ഞ് തളർന്ന അവശ്യമായിട്ട് അങ്ങനെ ഇരിക്കാറും ഇല്ല.
രണ്ടും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തുടക്ക സമയത്ത് വലിയ ഷോക്കായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന പല നമ്മൾ മനസ്സാ വാച ചിന്തിക്കുക കൂടി ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഷോക്കായിരുന്നു. പിന്നെ അപ്പം നമ്മൾ നോക്കും, ഇതിനേക്കാളൊക്കെ വലിയ അനുഭവങ്ങളുള്ള ഓരോരുത്തരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് വളരെ ചെറുതാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിഷമങ്ങൾ വരുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഉള്ളിലിരുന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമ്മുടെ പ്രശ്നം വലുതായിട്ട് തോന്നുക. പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മൾ ഒന്നുമല്ല നമ്മുടെ വിഷമം എന്ന് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ഉള്ളിൽ വിഷമിച്ചിരിക്കുന്ന സമയത്തും ചില ഫംഗ്ഷന് പോയിട്ട് നമുക്ക് ചിരിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പൊരുത്തപ്പെടുക, ജീവിതം അതാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ രീതിക്കൊന്നും അനുസരിച്ചിട്ട് ഒന്നും വരില്ല. ജീവിതത്തിനനുസരിച്ചിട്ട് നമുക്ക് പോകാനേ പറ്റുള്ളൂ. ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോവുക, കുഴപ്പത്തിലൊന്നും ചാടാതിരിക്കാൻ ഇനി ശ്രമിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തെറ്റ് തീരുമാനങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കും അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ പറ്റണം, വലിയ വലിയ അബദ്ധങ്ങളൊന്നും അങ്ങനെ പറ്റാൻ പാടില്ല. എന്നാലും അബദ്ധങ്ങളൊക്കെ എൻ്റെ ലൈഫിലും പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഒരു അബദ്ധം എനിക്ക് പറ്റി, നമ്മൾ ചിന്തിക്കും ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റില്ല നമുക്ക് ലൈഫിൽ. നമ്മൾ ജനിക്കുമ്പം തന്നെ ദൈവം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ പോകണം, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കണം. അപ്പോൾ നമ്മൾ അതായിട്ട് പൊരുത്തപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. വിഷമിച്ചിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വിഷമം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു സീസൺ ആയിരിക്കും വിഷമത്തിൻ്റെ. ഒരു വിഷമം ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങനെ മൊത്തം വിഷമം. അപ്പം അതിൽ നിന്നൊക്കെയല്ലേ നമുക്കൊരു വിൽ പവറൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ ആക്കി മാറ്റി അത്ര തന്നെ. എന്തായാലും അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ചൊക്കെ ഇല്ല, അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒന്നാമത് എൻ്റെ കേസ് ഇപ്പോൾ കോടതിയിലാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനിപ്പം പാടില്ല. ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ പുതിയ കുറേ ചിത്രങ്ങൾ ചെയ്യുന്നു കാവ്യ, ഒരു പുതിയൊരു തിരിച്ചുവരവ് പോലെ അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. എൻ്റെ എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ശരിക്കുള്ള ജീവിതത്തിലാണെങ്കിലും എനിക്ക് എല്ലാം കൊണ്ടും ഒരു തിരിച്ചുവരവ് തന്നെയാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അഭിനയം നിർത്തിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പോലെ ആവുക, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ചിലപ്പോൾ അന്ന് എന്നെ കൊണ്ട് അത് ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കും പറയാതിരുന്നത് അല്ലേ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എന്തുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോലും ഞാൻ ഇനിയും അഭിനയിക്കും എന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി അഭിനയിക്കില്ല, ഞാൻ അഭിനയം നിർത്തുകയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ദൈവം എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് അറിയാലോ എല്ലാം. കൂടുതൽ സിനിമ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇതൊക്കെ മെന്റലി ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയ ആളാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഇതെനിക്ക് കിട്ടുന്ന ബോണസാണ് ഇതെല്ലാം. എനിക്കിപ്പോൾ കൂടുതൽ ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എനിക്ക് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലോ എല്ലാം എൻ്റെ ബോണസാണ്. അത് ഞാൻ അറിഞ്ഞ് ചെയ്യുക. നല്ല സിനിമകൾ, എല്ലാം നായിക പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം നോക്കി നിന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഒരുപാട് സിനിമകളൊന്നും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും കാവ്യയെ സംബന്ധിച്ചൊരു ചെറിയ വിഷമഘട്ടം കഴിഞ്ഞു, നല്ലൊരു തിരിച്ചുവരവ് വരുന്നു കാവ്യ. എല്ലാ ആശംസകളും നേരുകയാണ്. കാവ്യ പറഞ്ഞതുപോലെ തന്നെ മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടാകട്ടെ. നല്ല ചിത്രങ്ങളിലൂടെ ഞങ്ങൾ ഇനിയും കാവ്യയെ പ്രതീക്ഷിക്കുന്നു. നല്ല വേഷങ്ങളിൽ ഈ ഓണം നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ് കാവ്യ. എല്ലാ വിജയാശംസകളും ഒരിക്കൽ കൂടി. അവസാനമായി ഒരു കാര്യം കൂടെ, കാവ്യ ഒരു പാട്ട് വാഗ്ദാനം ചെയ്തിരുന്നു നേരത്തെ, അതിൻ്റെ 2 വരി. അത് ശരി. പറയാതെ പണ്ടേ ഞാനറിഞ്ഞു നിനക്കെന്നോടുള്ളൊരു പ്രണയം, പറഞ്ഞാലും തീരാത്ത കഥയിലെ മോഹമ സ്വരങ്ങളാൽ വിരിഞ്ഞൊരു പ്രണയം, 7 സ്വരങ്ങളാൽ വിരിഞ്ഞൊരു പ്രണയം, പറയാതെ പണ്ടേ ഞാനറിഞ്ഞു. ഇതിൻ്റെ രചന, ആലാപനം, മ്യൂസിക് ഒക്കെ ഞാൻ തന്നെയാണ്.